ഇപ്പോൾ മധുരപരക്കാറ്റ് പോലെയല്ല നമ്മൾ 2020 അല്ലെങ്കിൽ റൺവേ ആക്ഷൻ അങ്ങനെയൊക്കെ എടുക്കുന്നത്, 6-ാം നമ്പറാണെന്ന് എടുക്കുന്നത്. ഞാനൊരു 25 വർഷം മുമ്പ് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ അപ്രൂവ് ചെയ്യേണ്ട ആൾക്കാർ. പെരുമഴക്കാലത്ത് 2 ഷോട്ടേ ഉള്ളൂ ഒറിജിനൽ മഴ, ബാക്കി ഫുൾ മൂവി ക്രിയേറ്റഡ് ട്രെയിനാണ്. അല്ല, ഇപ്പോൾ ലൈഫിൽ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് സിനിമയും. ലൈഫിൽ എന്തൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്നു നമ്മൾ അതുപോലെ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. ഞാൻ ഒരു ദിവസം എപ്പോൾ ഭക്ഷണം കഴിക്കുന്നു, എപ്പോൾ പല്ല് തേക്കുന്നു, എപ്പോൾ കുളിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതിനൊന്നും ഒരു ടൈം കീപ്പ് ചെയ്യാത്ത ആളാണ്. ചില ഷോട്ട്സൊക്കെ നമ്മൾ വല്ലാണ്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടാകും, പക്ഷെ അത് ഓഡിയൻസിന് അത്രയും രജിസ്റ്റർ ചെയ്യണമെന്ന് നമുക്കറിയാം. നല്ല എഫേർട്ട് എടുത്ത് ചെയ്ത ചില സീനുകളൊക്കെ ചിലപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ പോകും. അത് പോകും. അങ്ങനെ ഏതെങ്കിലും വിഷമം വന്ന സീനുകളോ സിനിമയുണ്ടോ ഒന്നോ? വെൽക്കം ടു ഫോക്സ് ടോക്സ്. ഫോക്സ് ടോക്സിൽ നിന്ന് ആക്ടർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, എല്ലാത്തിനുമപ്പുറം ഒരു മികച്ച സിനിമാറ്റോഗ്രാഫർ. അത് നമ്മുടെ കൂടെയുള്ളത് പി സുകുമാർ സാറാണ്. സാർ, വെൽക്കം ടു ഫോക്സ് ടോക്സ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാണ്. ഇത് സിനിമയിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അല്ല, എൻ്റെ ബ്രദേഴ്സ് 2 പേര് സിനിമയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ ഡിസ്കഷൻസും അതിനെക്കുറിച്ച് 2 പേരുള്ളതുകൊണ്ട് അവർ തമ്മിൽ നടക്കുന്ന പ്രോജക്ട്സിനെ കുറിച്ചും എല്ലാം സംസാരിക്കുന്നതുകൊണ്ട് ഒരു സിനിമ ഒരു ഹോളായിട്ട് കണ്ട് ശീലിച്ചു പോയി. അപ്പോൾ അതൊരു സിനിമയിലെ ഒരു പ്രത്യേക വിഭാഗത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ഇപ്പം ഞാൻ സിനിമാറ്റോഗ്രാഫർ ആയപ്പോഴും എനിക്ക് ഇനീഷ്യലി എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന ഡയറക്ഷനിലായിരുന്നു. ഞാൻ പക്ഷേ ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു, സിനിമാറ്റോഗ്രാഫിയില്ല, ഫോട്ടോഗ്രാഫിയിൽ. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ് ഈ സിനിമാറ്റോഗ്രാഫർ രണ്ടും ഹെൽപ്പ് ചെയ്യും, സിനിമ മേക്കിങ്ങിനെ ടോട്ടൽ ഇതിനെ മേക്ക് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിനിമാറ്റോഗ്രാഫർ ആയതാണ്. അപ്പോൾ ഇത് വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഈ സെൻസർ സ്ക്രിപ്റ്റ് പണ്ട് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് എഴുതും. അപ്പോൾ ബ്രദേഴ്സ് ഒരു ചേട്ടൻ അസോസിയേറ്റ് ആകുമ്പം സ്ക്രിപ്റ്റ് എഴുതാൻ വരുമ്പോൾ നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ സീൻസ് അതിൽ ഡിവിഷൻ ഉണ്ടാവും, ഒരു ലോങ് ഷോട്ട്, ക്ലോസർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അബ്രിവേഷൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അന്നോട്ട് തന്നെ അതിൽ അങ്ങനെ ഇൻവോൾവായി. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകാറുണ്ട്. ഇപ്പോൾ പല സിനിമയിലുള്ള പല ടെക്നീഷ്യൻസിനെ, ആർട്ടിസ്റ്റുകളെ, എല്ലാവരും പ്രൊഡ്യൂസേഴ്സിനെ ഒക്കെ പരിചയമുണ്ടാകും നമുക്ക്. അവിടെ ചെന്നൈയിലാണ് ഞാൻ സ്കൂളിങ് കുറേ കാലമുണ്ടാകും. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക സെക്ഷനായിട്ട് ഇതാവണമെന്നില്ല. സിനിമ ആസ് എ ഹോൾ എന്നെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതും എൻ്റെ പാഷനുമായിരുന്നു. അതെ, ഇപ്പോൾ ഈ ഡയറക്ഷൻ താല്പര്യമായിട്ട് ഇപ്പോൾ സോലെ അങ്ങനെ വളരെ കുറച്ച് സിനിമകളാണല്ലോ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇനി ചെയ്യാൻ ഇപ്പോൾ ഒരെണ്ണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് സോലയ്ക്കൊക്കെ ശേഷം? അല്ല, ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഞാൻ സോലെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ വെഞ്ചർ മധുവാരും ഞാനും പാർട്ട്നേഴ്സായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് അതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ 5 പടത്തിൽ പ്രൊഡ്യൂസർ പാർട്ട്ണറായിരുന്നു. അപ്പോൾ ഞാൻ സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടില്ല. യൂഷ്വലി നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തി വരുന്ന ഇപ്പോൾ ഒരു ഡയറക്ടറായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു സിനിമ ചെയ്തിട്ട് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ, പക്ഷെ ഞാൻ സിനിമയിൽ നിന്ന് ഒട്ടും വിട്ടു നിന്നിട്ടില്ല. ഞാൻ അതിനിടയ്ക്ക് പല സിനിമകൾക്കും ഛായാഗ്രഹണം ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്, അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ടൈം ഇത് അത്ര എന്നെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം തോന്നുന്നു. അല്ല, ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ സംസ്ഥാന അവാർഡ് സാറിന് കിട്ടിയല്ലോ. പിന്നെ അതൊരു ഡയറക്ഷനിലേക്ക് എന്തുകൊണ്ട് ചെയ്തില്ല? കാരണം ഇത്രയും അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരു സിനിമയിലെ ഒരു ഭാഗമായിരിക്കുന്നത് തന്നെ ഹാപ്പി ആയി പോയി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ ഡയറക്ഷൻ പിന്നെന്ന് വെച്ചാൽ പ്രോബ്ലി അതായിരിക്കാം നമുക്ക് ഈ തീംസും സബ്ജക്ട്സും സ്ക്രീൻ പ്ലേ ഒക്കെ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ വരണ്ടേ. അതെ അതെ, അത് ഒന്നുണ്ട്. പിന്നെ കാലഘട്ടത്തിൻ്റെ ഷിഫ്റ്റ് ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഐഡിയോളജിയും അതൊക്കെ ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ അഡ്വാൻസ്ഡ് ആയിരിക്കാം. കാരണം ഞാനൊരു 25 വർഷം മുമ്പ് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ അപ്രൂവ് ചെയ്യേണ്ട ആൾക്കാർ. ഞാൻ അന്ന് വർക്ക് ചെയ്തൊരു സബ്ജക്റ്റായിരുന്നു. അപ്പം അന്ന് ചോദിച്ചത് ഇങ്ങനെയൊക്കെ ശരിയാവും എന്നൊക്കെ ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ അത് അപ്രൂവ് ചെയ്തിട്ട് ഡേറ്റും ആർട്ടിസ്റ്റ് അതുണ്ട്, ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റും. അപ്പോൾ ഇതൊക്കെ ഒരു നാച്ചുറൽ ഇവൻ്റ് പോലുള്ള സാധനമാണ്. സോഷ്യോ കൾച്ചറൽ സാധനങ്ങളിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മളിലും ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് സിനിമയിലും ഇമ്പാക്റ്റ് ഉണ്ടാവും, വ്യക്തിയിലും ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മിക്സായിട്ടാണ് നമുക്ക് ഓരോ ഓഫേഴ്സ് വരുന്നതും നമ്മുടെ ഓരോ പ്രോജക്ട്സ് വരുന്നതും.
അതൊക്കെ ആയിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു, അറിയില്ല. ഇപ്പോൾ സാറ് ഇപ്പോൾ പറഞ്ഞല്ലോ ഈ 25 വർഷം മുമ്പ് പറഞ്ഞു ഇത്രയും കാലഘട്ടമായി എന്ന് പറഞ്ഞപ്പോൾ സാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫിലിമിലായിരുന്നു സിനിമ, ഇപ്പോൾ ഡിജിറ്റലായി. ഈ സിനിമയിൽ മൊത്തത്തിലുണ്ടായ ഒരു മാറ്റത്തെ എങ്ങനെയാണ് സാർ കാണുന്നത്? എങ്ങനെയാണ് മാറ്റം മലയാള സിനിമയിലും സിനിമാ മേഖലയിൽ മൊത്തം? ഡിജിറ്റൽ ഈ സിനിമാറ്റോഗ്രാഫിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ തന്നെ ഡിജിറ്റൽ സിനിമാസ് ഇതിൻ്റെ ഒരു തുടക്കകാലം തൊട്ട് തന്നെ ഞാൻ ഫോളോ ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിൻ്റെ ഒരു അഡ്വാൻറ്റ് ഇത്രയും പെട്ടെന്ന് വരുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇത് വരും എന്നുള്ളത് ഉറപ്പായിരുന്നു. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഡിജിറ്റൽ പഠിക്കണം, കാരണം അതായിരിക്കും ഫ്യൂച്ചർ എന്നുള്ള സാധനം. ഒരു ഫ്രണ്ട് ക്യാമറ മേടിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ മേടിക്കില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡിജിറ്റലൊക്കെ ആവും, പിന്നെ ഈ ക്യാമറയ്ക്കുള്ള പ്രസക്തി ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അത് സത്യമായിപ്പോയി, അതേ വാങ്ങിച്ചില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ നാച്ചുറൽ ഇവൻറ്റ്സാണ് ലൈഫിൽ. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു 500 വർഷങ്ങളിലുണ്ടാകുന്ന മാറ്റത്തേക്കാൾ കൂടുതൽ 5 വർഷം കൊണ്ട് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതെ അതെ, അത് അതിനോട് ചേർന്ന് പോവാന്നല്ലോ മാർഗം. ഈ എന്നാൽ ഈ ഫിലിമിൻ്റെ പ്രോസസ്സിങ് ആ ഒരു സംഭവം ഒന്ന് പറയാൻ പറ്റും? ഇപ്പോൾ പുതിയ ആളുകൾക്ക് അത് അറിയില്ലല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു സാറന്ന് വർക്ക് ചെയ്തിരുന്നത്? ക്യാമറയൊക്കെ കുറച്ച് ലൈറ്റൊക്കെ ആയില്ല, അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് അത് വെയിറ്റിന് അതിലുപരി നമ്മൾ ഒരു മെയിൻ ചാലഞ്ച് വന്നിട്ട് നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മളത് പ്രോസസ്സ് ചെയ്ത് വന്ന ശേഷമേ നമുക്ക് ഡെഫിനറ്റ് ആവുള്ളൂ അത് ഓക്കെ കിട്ടി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് വേറെ ഉണ്ട്. അപ്പോൾ ഈ ഡെലിവറിക്ക് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് അറിയിക്കരുത് എന്ന് പറയുന്ന റൂൾസ് വരുന്നത് കാരണം അത് ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞാൽ അതിനോടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. ചിലർക്ക് അഡ്വാൻറ്റേജ് ആണ്, ചിലർക്ക് ഹാപ്പിയാണ്, ചിലർക്കല്ല. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് ആ ലാസ്റ്റ് മൊമെൻ്റ് അറിയുമ്പോഴാണ്. ഞാൻ ശരിയാണോ തെറ്റാണോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ എക്സാക്ട് കാര്യം അറിയില്ല. എങ്കിലും പക്ഷേ ഇതിൻ്റെ ത്രില്ലതായിരുന്നു. നമുക്ക് ലേറ്റർ ഓൺ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രിൻ്റ് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇത് കാണുന്നു. പിന്നെ അത് മാത്രമല്ല, അതിൽ ആ ഫ്രെയിമിനകത്ത് നമുക്ക് എന്തൊക്കെ വർക്ക് ചെയ്യാമെന്നുള്ളത് പണ്ട് വളരെ ലിമിറ്റഡ് ആയിരുന്നു. നമുക്കൊരു ബേസ് 25 എന്ന് വെച്ചിട്ട് 25 താഴോട്ടും മേലോട്ടും പോകാം. അത് 50 വരെ ആകാൻ പറ്റുള്ളൂ, താഴോട്ട് 0. പക്ഷേ ഈ പറയുന്നത് 0 എന്നൊക്കെ പറയുമെങ്കിൽ ഒരു 25 ഒരു 20-15 ആയിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ പ്രശ്നങ്ങളായി തുടങ്ങും. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് അൺലിമിറ്റഡ് മാതിരിയുള്ള റിസോഴ്സസ്, കറക്റ്റീവ് മെറ്റീരിയൽസ്, ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജുമാണ് നമ്മളെങ്ങനെ ഇത് പ്രാവർത്തികമാക്കുന്നു, അതിനോടൊത്ത് വളരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള സാധനം. ഫിലിം ലുക്കിൽ കുറേ കാലം ആൾക്കാർ എൻജോയ് ചെയ്തിരുന്നു. അതിന് മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ട ആൾക്കാർ എൻജോയ് ചെയ്തിരുന്നു. പിന്നെ കളറോട് നിങ്ങളെങ്ങനെ സമീപിക്കുന്നു എന്ന് ചോദിച്ചാൽ പിന്നെ 35mm സിനിമാസ്കോപ്പായി, മറ്റേ 70mm ഉണ്ട്, 65mm, അങ്ങനെ പല സംഭവങ്ങളും നാച്ചുറലായിട്ട് വരുന്ന ഇവൻറ്റ്സ്. ഇതിനോട് നമ്മൾ ഒന്നിച്ച് പോകുകയെന്നല്ല. ഇപ്പോൾ ലൈഫിൽ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് സിനിമയും. ലൈഫിൽ എന്തൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്നു നമ്മൾ അതുപോലെ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ. ഈ അപ്ഡേറ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ശ്രമങ്ങളോ പഠനങ്ങളോ അങ്ങനെ എന്തെങ്കിലും നടത്താറുണ്ടോ ബോധപൂർവ്വം? ബോധപൂർവ്വം എന്നുള്ള വെച്ചാൽ നമ്മൾ ഇപ്പം എല്ലാം നെറ്റിൽ അവൈലബിൾ ആണല്ലോ. അതുകൊണ്ട് പലപ്പോഴും ഒരു സാധനം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഉടനെ നെറ്റ് റെഫർ ചെയ്തിട്ട് അതെന്താണെന്ന് അറിയും. മാക്സിമം അറിഞ്ഞിരിക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. പിന്നെ അമേരിക്കൻ സിനിമാറ്റോഗ്രാഫർ അങ്ങനെ ജേർണൽസ് ഉണ്ട് പലതും. നമുക്ക് സെമിനാർസും പിന്നെ ക്യാമറയുടെ അപ്ഡേഷൻ അവർ തന്നെ സ്പോൺസർ ചെയ്തിട്ട് നമുക്ക് ഓരോ കാണിക്കാം. അതിനൊക്കെ കഴിവതും പോയി നമ്മൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് AI സാങ്കേതികവിദ്യയൊക്കെ വന്നു. അപ്പോൾ സാർ തുടങ്ങിയ ആളെ അപേക്ഷിച്ച് സാറ് കൽപ്പന ഹൗസൊക്കെ പോലെ ചെയ്ത് സിനിമകളൊക്കെ ചെയ്ത ഒരാളായതുകൊണ്ട് ഇപ്പോൾ CGIക്കും ടെക്നിക്കലിക്കും ഭയങ്കര സാധ്യതയുണ്ട്. അതേസമയം തന്നെ AIക്കെതിരെ ഹോളിവുഡിൽ നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റില്ല, അവിടെ റൈറ്റേഴ്സൊക്കെ സമരം ചെയ്തു. അപ്പോൾ സാറ് ആ ഒരു മാറ്റം, അപ്പോൾ ഇതിന് വേണമെങ്കിൽ ആക്ടേഴ്സിൻ്റെ ആവശ്യമില്ലാതെ സത്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വന്നേക്കാം. അല്ല, ഇൻറ്റർപ്രേറ്റ് അവിടെ AIക്കെതിരെയല്ല ഇത് ജോലി പോകുന്നത്. അതായത് AI യൂസ് ചെയ്യുന്ന മെത്തേഡിനനുസരിച്ച് അത് എത്ര പേരെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ സ്ട്രൈക്ക് ചെയ്തത്. പിന്നെ ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ആർട്ടിസ്റ്റ് വേണ്ട, ഒരാളുടെ ഒരു ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പിന്നെ
എത്ര ഫിലിംസ് വേണമെങ്കിൽ AI വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ലേഡി ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ അവരുടെ ജോലി പോവുക, അവരുടെ വർക്ക് പോവുക, പിന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു പോവുക. അങ്ങനെ വരുന്നതിനാണ് അവരെ എതിർക്കുന്നത്. പിന്നെ അതിൻ്റെ റിപ്പർക്കഷൻസ്മാർ വരുന്ന വേജസിലും എല്ലാത്തിലും വരുന്ന ഡിഫറൻസ്. അല്ലാതെ ആസ് എ ടൂൾ നല്ലതാണ്. കാരണം നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കൊണ്ടുപോകാൻ പറ്റുന്നത് നല്ലതല്ലേ. ഇപ്പോൾ കൽപ്പന ഹൗസിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം ആ സിനിമ കാണുമ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ കുറച്ച് നന്നായി എടുക്കാമായിരുന്നു അങ്ങനെ തോന്നിയതിൽ സിനിമകളോ അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് പലപ്പോഴും ലൈഫിൽ തോന്നുന്നുണ്ട് നമ്മളൊരു 30 വർഷം കൂടെ കഴിഞ്ഞ് ജനിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ 40 വർഷം കഴിഞ്ഞാൽ. അതൊന്നും കാര്യമില്ല. വോട്ട് ഈസ് ഡൺ കനോട്ട് ബി അൺഡൺ എന്ന് പറയും ചില സിറ്റുവേഷനിൽ. അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളാൽ കഴിയുന്ന രീതിയിൽ അങ്ങോട്ട് എത്താൻ നോക്കുക, അത് എൻജോയ് ചെയ്യുക. അല്ലെങ്കിൽ ആ തോൽവി നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. അത്രേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ സാറിൻ്റെ ഫിലിമോഗ്രഫിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നന്നായിട്ട് ഗാനങ്ങൾ ചിത്രീകരിക്കുന്ന ഒരാളാണ് സാറ്. ഇപ്പോൾ അത് ആറാം തമ്പുരാൻ എടുത്താലും ഗ്രാമഫോണിലെ പാട്ടൊക്കെ ഭയങ്കര രസമാണ്. നിനക്കെൻ്റെ മനസ്സിലെ, പിന്നെ എന്തേ ഇന്നും വന്നില്ല, പ്രത്യേകിച്ച് കമൽ സാറിൻ്റെ പടത്തിലും ഒക്കെ. പിന്നെ ഷാജി കല സാറിൻ്റെ ആറാം തമ്പുരാനിലെ സോങ് വളരെ രസമാണ്. എന്താണ് അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു അപ്രോച്ച്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ടെക്നിക്കോ എന്താണത്? അതൊരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാരണം ഇപ്പോൾ സൊലേ എന്നൊരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ആ സിനിമയിൽ സോങ്സേ വേണ്ടെന്ന് വെച്ചാൽ, അതെ, പക്ഷേ മധുവരവും എല്ലാവരും പറഞ്ഞിട്ട് ഒരു സിനിമ പ്രൊമോഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നിലയ്ക്കാണ് ഒരു സോങ് വെച്ചത്. പക്ഷെ അതിൽ ഒരു മേജർ ഫാക്ടർ ഇന്നത്തെ സോങ്സ് നമ്മൾ സിനിമയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് എനിക്ക് കുറേ കൂടെ അക്സെപ്റ്റബിളാണ്, ഇഷ്ടമാണത്. കാരണം പണ്ടത്തെ രീതികളിൽ സോങ്സ് ഇമ്പോസ് ചെയ്ത് നമ്മൾ ഒരു ആടിപ്പാടി നിൽക്കുന്നതിലൂടെ എനിക്ക് അങ്ങനെ വലിയ ഇതില്ല. പക്ഷെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ നന്നായി ചിത്രീകരിച്ചിട്ടുണ്ടാവാം. സാറിൻ്റെ സിനിമയിൽ മറ്റേ അയാൾ കഥ എഴുതികളിൽ പറയുന്നുണ്ട് ഒരു ഗ്രൂപ്പ് ബാക്കിലാ മറ്റേ ഗ്രൂപ്പ് ഡാൻസേഴ്സ് വരുമ്പോൾ എങ്കിലും ഇതാണോ ഇത്? അല്ല, ഒരു പക്ഷേ എനിക്ക് ഉത്തരങ്ങളില്ല പലതിനും. അതല്ലേ, ലാലേട്ടൻ പറഞ്ഞ പോലെ അതായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ കൂടുതൽ ചിന്തിക്കാറില്ല എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതെന്നൊക്കെ പലതും നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് പോകുന്ന അതുപോലുള്ള സാധനങ്ങളായിരിക്കും. അതെ. പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം, സാർ ചെയ്ത സിനിമകളൊക്കെ പറ്റി പറയുമ്പോൾ അതിലെ രംഗങ്ങളും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരും. ഇപ്പോൾ ഉദാഹരണത്തിൽ ഒരുപാട് വലിയ ഗിമ്മിക്കുകളൊന്നും ഇല്ലാത്ത സിനിമ, ഇപ്പോൾ അഴകിയരാവളിൽ മമ്മൂക്ക കോറിഡോറിൽ ഇരിക്കുന്ന സീനാണെങ്കിൽ സുമംഗലിക്കുരുവിയിലെ സോങ്, നമ്മുടെ ആറാം തമ്പുരാനിലെ സീനുകൾ, ഒരു മനസ്സിലതങ്ങനെ പതിഞ്ഞു പോവുകയാണ് കഥയുടെ പോലെ. സീനുകൾ ഓർത്തിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അത് ഒരു സിനിമയല്ല, എല്ലാ സിനിമകളിലും അതെ. അത് ജോണറിനനുസരിച്ച് അത് രസമായിട്ട് വരും. ആക്ഷൻ ചെയ്താലും അത് വരുന്നുണ്ട്. അല്ല, അതൊരു പ്രൈമറിലി എനിക്ക് തോന്നുന്നൊരു സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് അതാണ്. അത് സിനിമയ്ക്ക് ഉപയോഗിക്കുന്ന മോസ്റ്റ്ലി ഡയറക്ടേഴ്സാണ്. അവർ ഉദ്ദേശിക്കുന്ന റൈറ്റേഴ്സിൻ്റെ സ്ക്രിപ്റ്റിലെ ഡയറക്ടറെ ഒരു ടെക്നിക് മനസ്സിൽ വയ്ക്കും. ടെക്നിക് മീൻസ് ആ സിനിമ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതിൻ്റെ ഒരു ട്രെൻഡാണ് പറയുന്നത്, സീൻസിൻ്റെയും ഷോർട്സിൻ്റെയൊക്കെ. അപ്പം ഞാൻ പണ്ട് തൊട്ടേ മിക്കവാറും ഈ സ്ക്രിപ്റ്റിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വ്യക്തമായ ഒരു ധാരണ സിനിമയെക്കുറിച്ചുണ്ടാവും. മാത്രമല്ല ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് ഏത് രീതിയിലുള്ളൊരു സിനിമയാവണം. ഇപ്പോൾ മധുരപുരക്കാറ്റ് പോലെ അല്ല നമ്മൾ 2020 അല്ലെങ്കിൽ റൺവേ ആക്ഷൻ അങ്ങനെയൊക്കെ എടുക്കുന്നത്, ആറാം തമ്പുരാനൊന്നും എടുക്കുന്നത്. കാരണം അത് രണ്ട് ജോണറിലുള്ള സിനിമയാണ്. അപ്പോൾ അത് ഡയറക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർക്കും എന്താ വേണ്ടത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു സിനിമാറ്റോഗ്രാഫറിൻ്റെ ഇത് എനിക്ക് തോന്നുന്നു ഒരു ജോലിയുടെ ഭാഗം കൂടെയാണ്. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഡിസ്കഷനിൽ നമുക്കറിയാതെ ഒരു ചില പാറ്റേൺസ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഓരോ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇത് എന്ത് പാറ്റേണുള്ള ചെയ്യുന്നത്. പക്ഷേ സിനിമ വന്നു കഴിയുമ്പോൾ ലക്കലി എപ്പോഴും ആ സിനിമയുടേതായിട്ടുള്ള ഒരു പാറ്റേൺ രൂപീകരിക്കപ്പെടുന്നുണ്ട്.
അത് ബോധപൂർവമായിരിക്കാം, പക്ഷെ നമ്മൾ സ്വയം അംഗീകരിക്കുന്നില്ല അത് ബോധപൂർവം, അതൊരു ഇൻസ്റ്റിങ്ക്റ്റുമായി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കോമഡി രംഗങ്ങളിൽ ആണെങ്കിലും ഈ എല്ലാ ജോണറിലും ആ രംഗങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കും. ഇപ്പം ഇത്തരം ജോണറിലൊക്കെ സിനിമയുണ്ട്. ഏത് ജോണറാണ് സാറിൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റും? ഏത് ജോണർ സിനിമയാണ് താല്പര്യം? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു നിയതികളില്ല ജീവിതത്തിൽ. കറക്റ്റ് വരണമെന്ന് എനിക്കറിയില്ല. ഇൻ ദ സെൻസ് എനിക്ക് ഒന്നാമത്തെ ടൈം, ഞാൻ ഒരു ദിവസം എപ്പോൾ ഭക്ഷണം കഴിക്കുന്നു, എപ്പോൾ പല്ല് തേക്കുന്നു, എപ്പോൾ കുളിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതിനൊന്നും ഒരു ടൈം മെയിൻ കീപ്പ് ചെയ്യാത്ത ആളാണ്. എൻ്റെ ഫ്രീ വില്ലിൽ ജീവിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത്ര വയസ്സിനകം ഇന്നത് ചെയ്യണം, അങ്ങനത്തെ ഒരു തരത്തിലുള്ള റൂൾസും റെഗുലേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനെന്ന് സ്വയം ധരിക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ എല്ലാത്തിലും റിഫ്ലക്റ്റ് ചെയ്യും. അതൊക്കെ തന്നെയായിരിക്കാം ഈ പലതരത്തിലുള്ള, കാരണം പലതും എനിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതും പോകുന്നതും. മാത്രമല്ല നമ്മൾ ജഡ്ജ്മെൻറ്റിലാവുന്നു, ഇപ്പോൾ സ്വയം ജഡ്ജ്മെൻറ്റിലാവുന്ന അപകടമാണ്. ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇതുകൊണ്ടാണെന്ന് ഞാൻ സ്വയം എന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിനൊന്നും കുറിച്ചും ബോധമില്ല. നമ്മൾ ഒഴുക്കിൽ അങ്ങോട്ട് പോവുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാത്തേ ഉള്ളൂ. ഇപ്പോൾ സാർ ആദ്യം പറഞ്ഞ സിനിമയുണ്ടല്ലോ പറഞ്ഞു, ഇപ്പോൾ മധുരം നൊമ്പരക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി ഒരു സിനിമയിൽ ഭാഗമാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമാണ്. അത് ആ കാറ്റ്, ആ നാട്, എങ്ങനെയാണ് അതിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? നമ്മൾ ശരിക്കും ആ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഫീലാണ്, പ്രത്യേകിച്ച് കാറ്റ്. അതൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് അത്? ഞാൻ ഈ കാറ്റിൻ്റെ മാത്രമല്ല, അതേപോലെ തന്നെയാണ് പെരുമഴക്കാലം. പെരുമഴക്കാലം, അതെ, മഴ. അപ്പോൾ അത് ആ ഡയറക്ടർ മിസ്റ്റർ കമൽ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുറേ സിനിമകൾ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണെന്ന് തോന്നുന്നു. 20 സിനിമകളൊക്കെ ഉണ്ട്. എൻ്റെ ഗ്രോത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം അത് അദ്ദേഹത്തുമായിട്ടുള്ള ഇതാണ്, ടീമിങ് എന്ന് വെച്ചാൽ പല വെറൈറ്റി സബ്ജക്റ്റ് ചെയ്യുന്ന ഡയറക്ടറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നമുക്കും ആ ഓപ്ഷൻസ് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ എല്ലാം മധുരം പലക്കാറ്റും, അത് കാറ്റ് ബേസ് ചെയ്ത്, മഴ, ഹ്യൂമറുണ്ട്, ഇപ്പോൾ മഞ്ഞ് പോലൊരു പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് നല്ല സിനിമ, അങ്ങനെ പല വെറൈറ്റി സബ്ജക്ട്സ് തീംസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽപ്പുണ്ട്. പിന്നെ പിന്നെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു മെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ ടീമാണ്. ഇപ്പം കാറ്റെന്ന് വെച്ചാൽ ഇപ്പം പറയാം, കാരണം ഇപ്പോൾ ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പലതും രക്ഷപ്പെടാം. അന്ന് കാറ്റ് വലിപ്പിക്കാൻ പ്രൊപ്പല്ലേഴ്സ് 6 കൊണ്ടുവന്ന് വെച്ചിട്ട് അത് വെച്ച് കാറ്റടുപ്പിക്കും. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റഡ് ഡിസ്റ്റൻസിലേക്കും ലിമിറ്റഡ് സ്ട്രെങ്ത്തും ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ കാണുന്ന മിക്ക ചെടികളിലും കമ്പി ഇങ്ങനെ മറ്റേ ഇതില്ലേ, നൂൽക്കമ്പി, അത് കെട്ടിയിട്ട് അറിയാത്ത രീതിയിൽ കെട്ടി ഇതൊക്കെ പിടിച്ച് നമ്മുടെ ടീം, അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റൻ്റ് ക്യാമറമാൻ, പിന്നെ ആർട്ടിലെ ആൾക്കാർ എല്ലാവരും കാണാത്ത രീതിയിൽ കയറ് കെട്ടിയിട്ട് തെങ്ങ് ഒക്കെ കെട്ടിയിട്ട് കാറ്റടിക്കുന്ന സമയത്ത് ഇതൊക്കെ പിടിച്ച് ഇവരിങ്ങനെ ഷെയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വൻ ടീമിൻ്റെ എഫേർട്ടാണ് അത്. തന്നെയാണ് പെരുമഴക്കാലവും. കാരണം പെരുമഴക്കാലത്ത് 2 ഷോട്ടേ ഉള്ളൂ ഒറിജിനൽ മഴ, ബാക്കി ഫുൾ മൂവി ക്രിയേറ്റഡ് റെയിനാണ്. അപ്പോൾ അത് പിന്നെ അതിന് ഉപയോഗിക്കാൻ നമ്മൾ കുറേ ടെക്നിക്സ് ഉണ്ട് മഴ ഫീൽ ചെയ്യാൻ. ഒന്ന്, പിന്നെ രണ്ടാമത് ഇപ്പോൾ പുഴയിൽ മഴ പെയ്ക്കുന്നതൊക്കെ നമ്മുടെ ഓസും ഇതൊക്കെ വെച്ചിട്ട് പോകുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സാധനം എങ്ങനെ അത് നമ്മുടെ ഫ്രെയിം കമ്പോസിഷനിലും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് എന്നുവെച്ചാൽ ഒരു നമ്മളിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ഉള്ളതിനേക്കാൾ വളരെയധികം എഫേർട്ടായിരിക്കും ചിലപ്പോൾ അത്രയും നോട്ടീസബിൾ അല്ലാത്ത ഷോട്ടിൽ പോലും. അങ്ങനെയാണ് അങ്ങനത്തെ ആ സിനിമകളൊക്കെ വരുന്നത്. ഇപ്പോൾ കാറ്റിലായാലും ചില ഷോട്ട്സൊക്കെ നമ്മൾ വല്ലാണ്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടാകും, പക്ഷെ അത് ഓഡിയൻസിന് അത്രയും രജിസ്റ്റർ ചെയ്യണമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണമല്ലോ. ഇപ്പോൾ സാറി പറഞ്ഞു വന്ന കൂട്ടത്തിലേ ഇപ്പോൾ നല്ല എഫേർട്ട് എടുത്ത് ചെയ്ത ചില സീനുകളൊക്കെ ചിലപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ പോകും. അത് പോകും. അങ്ങനെ ഏതെങ്കിലും വിഷമം വന്ന സീനുകളോ സിനിമയുണ്ടോ? ഒന്നോ മനസ്സിനൊരു വിഷമം? വേറെ തമാശ പറയാം. ഇവിടെ കുറച്ച് പേര് ചിലപ്പോൾ എഡിറ്റിംഗ് ട്രിം ചെയ്യാനായിട്ട് എന്നെ വിളിക്കുക. കാരണം എന്നെ വിളിക്കാമെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല,
അവർക്ക് ഒരു കുറ്റബോധം. നല്ല ഷോട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സൂമും ക്രെയിനൊക്കെ ഉപയോഗിച്ച് അവിടെ നിന്ന് പിടിച്ച് ഇങ്ങോട്ട് വന്ന് അവിടെ നിന്ന് വന്ന് ഇങ്ങോട്ട് വന്നതൊക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കളയേണ്ടതെന്ന് അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അവർ എന്നെ വിളിക്കും, എന്നിട്ട് പറയും ഇതെന്താ ചെയ്യേണ്ടത്, ഞാൻ പറയും കട്ട് കളയും. കാരണം സിനിമയ്ക്ക് ആവശ്യമുള്ളതല്ലേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. സിനിമ എങ്ങനെയായാലും സിനിമ സക്സസ് ആണ്. എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പെർട്ടീസ് കാണിക്കാനായിട്ട് ഞാൻ എടുത്ത ഷോട്ട് വെച്ചിട്ട് ആ സിനിമയെ ബാധിക്കുമെങ്കിൽ പിന്നെ അതിൽ പ്രസക്തി ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇതൊന്നുമില്ല. ഇപ്പോൾ ഹൈവേ എന്നൊരു സിനിമ ഞാൻ ഹൈവേയിൽ വളരെ മനോഹരമായിട്ട്, അപ്പോൾ അത് വെച്ചാൽ ജയരാജ് തന്നെ എന്നോട് പറഞ്ഞു, ജയൻ തന്നെ എന്നോട്, ജയനെ വിളിക്കുക. അപ്പോൾ ജയൻ തന്നെ എന്നോട് പറഞ്ഞു, അയ്യോ അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും. നമ്മൾ അതൊന്നും നോക്കണ്ട, നമ്മൾ സിനിമയ്ക്ക് വേണ്ടതും ഉപയോഗിക്കുകയും ആവശ്യമില്ലാത്ത അപ്പം തന്നെ കളയാൻ വേണം എന്നുള്ള നിർബന്ധം. ഈ ഹൈവേ പറ്റി പറഞ്ഞു വന്നപ്പോഴേ, ഈ ഹൈവേ ശരിക്കും ഒരു കൗബോയ് സിനിമയുടെ അല്ലെങ്കിൽ വെസ്റ്റേൺ സിനിമയുടെ ലൊക്കേഷനാണ്. അതും എനിക്ക് അതുവരെ അതിന് ശേഷം എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല അങ്ങനെ ലൊക്കേഷനുള്ള സിനിമ. ടൗൺഷിപ്പ് എന്നൊക്കെ നമ്മൾ പിന്നീട് ആ സിനിമയിലാണ് നമ്മൾ കേൾക്കുന്നത്. അത് ക്രിയേറ്റ് ചെയ്ത് വെച്ച് ആ മൂഡിലേക്ക് കൊണ്ടുവരികയാണ് ശരിക്കും. ആ ലൊക്കേഷനും ആ സിനിമയുടെ മൂഡും എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണ്? സ്വാഭാവിക ലൊക്കേഷനിൽ സാറ് പോയിട്ടുണ്ടാവും. അല്ല, ലൊക്കേഷൻ ഹണ്ടിങ് റെക്കി തന്നെ ഭയങ്കരമായിരുന്നു. കാരണം പല സ്ഥലങ്ങളും നമ്മൾ കറങ്ങി. പ്രൊഡ്യൂസർ കറിയാച്ചൻ, നമ്മുടെ ഫ്രണ്ട് കറിയാച്ചനാണ്, പിന്നെ ജയൻ, പിന്നെ ആ ഡയറക്ടർ നേമം പുഷ്പരാജ്, ഞങ്ങൾ കുറേ കറങ്ങി. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് കേരളം തമിഴ്നാടൊക്കെ ഒരുവിധം ഫുൾ എൻറ്റയർ സ്റ്റേറ്റ് കവർ ചെയ്തു. ആന്ധ്രയുടെ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ വേറെ ആവശ്യത്തിന് പോയി കണ്ടപ്പോൾ അന്ന് അപ്പോൾ നോക്കിയിരുന്നു. ഫൈനൽ അവസാനമാണ് പെട്ടെന്ന് ആക്സിഡൻ്റിൽ നമ്മൾ ഈ ഡയറക്ഷനിൽ പോയി നോക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേണ്ടുന്ന കറക്റ്റ് ലൊക്കേഷൻ കിട്ടി. അതൊരു ലക്കാണ്. പിന്നെ സെറ്റാണ് അത്, മറ്റേ ടൗൺഷിപ്പ് മുഴുവൻ ക്രിയേറ്റ് ചെയ്ത. പിന്നെ അഗൈൻ ജയരാജ് അറിയാമല്ലോ, നല്ല വിഷ്വൽ സെൻസും മറ്റും എല്ലാം ഉള്ള ഡയറക്ടറാണ്. അപ്പോൾ തന്നെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യാനും. പക്ഷെ അതിലൊരു ത്രില്ലെന്ന് വെച്ചാൽ ഈ റോഡ്സ് ഒന്നും സിനിമയിൽ ഫീൽ ചെയ്യുന്ന അത്രയും വൈഡ് റോഡ്സ് അല്ല. അത് നമ്മുടെ ചെറിയൊരു ഫ്രെയിമിങ്ങിലുള്ള തിരയുടെയാണ്. നീണ്ട റോഡും പിന്നെ വൈഡായി തോന്നും, പക്ഷെ ആക്ച്വലി ചിലതൊക്കെ സിംഗിൾ ലൈനാണ്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ നമ്മൾ സീക്വൻസും അപ്പോൾ അത് എല്ലായ്പ്പോഴും മിക്കപ്പോഴും ഒരു കോമ്പിനേഷൻ വർക്കാണ് അതിന് ഹെൽപ്പ്. ഡയറക്ടർ, മനസ്സിലാക്കുന്ന ഡയറക്ടർ, പിന്നെ നമ്മുടെ കൂടെയുള്ള ബാക്കി വർക്ക് ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും ഒക്കെ അത് മനസ്സിലാക്കിയാലേ നമുക്ക് അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊരു വലിയ ലോങ് പ്രോസസ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. പക്ഷേ എല്ലായ്പ്പോഴും ഒരു ടീം നമുക്ക് ബാക്കപ്പ് ഉള്ളപ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആകും. അതിൽ ഈ പറയുന്ന പോലെ ഒരു ആ ജംഗീസ് ഉണ്ടല്ലോ, വില്ലന്മാർ വരുന്ന ആ ഷോർട്സ് ഒക്കെ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്നതാണ്. പിന്നെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ. അത്രയും കോസ്റ്റ്യൂം അതെ, സംഗതികളെല്ലാം അതെ. പിന്നെ ജിപ്സി മറയുന്ന സീനൊക്കെ അത് ജിപ്സി മറിഞ്ഞത് ആക്ച്വലി റിയൽ ആയിട്ട് മറിഞ്ഞത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ ക്യൂ ആക്ഷൻ വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കാന്നൊക്കെ, പക്ഷെ അത് ആക്ച്വലി മറിഞ്ഞത്. ശരിയാ. അപ്പോൾ അങ്ങനെ പലപ്പോഴും സിനിമയിൽ സംഭവിക്കാറുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത നമുക്ക് കിട്ടും. ചിലപ്പോൾ വൻ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഫാക്ടേഴ്സ്. ആദ്യം പറഞ്ഞ കമൽ സാറിൻ്റെ കൂടെയുള്ള ഒരു അസോസിയേഷൻ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ് സത്യത്തിൽ എത്തിയത് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഹൈവേ കണ്ടിട്ടാണ് അദ്ദേഹം സത്യത്തിൽ. ഇതിപ്പോൾ നമ്മൾ ഹൈവേയെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം എന്നെ ആദ്യം വിളിക്കാനുള്ള കാരണം ഹൈവേ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് പറഞ്ഞു. എന്നോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊരു കോൾ വന്നു, ഇങ്ങനെ അഴകിയ രാവണൻ എന്നുള്ള സിനിമ, അതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യുന്ന ആദ്യത്തെ സിനിമ. അതൊരു എൻ്റെ കൊമേഴ്ഷ്യൽ കരിയറിലെ ഒരു വളരെ ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള സിനിമയാണ്. കാരണം കൊമേഴ്ഷ്യൽ സോങ്സും ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ മൂവി മെസ്സേജ് കളർഫുള്ളായിട്ടുള്ള ഒരു മൂവി ബാക്ക് ടു അതൊക്കെ ആയിരുന്നു. അത് അങ്ങനെ ഞാനത് 19 പടം ചെയ്തു. അരപ്പടം എന്ന് പറയാൻ കാരണം നമ്മൾ നല്ല സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രെയിൻ പൊട്ടി വീണു. നല്ല ഹൈറ്റ്, 10-22 അടി ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് അന്ന് കുറച്ചുകൂടെ തടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ തടിയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം എല്ലിനൊന്നും പറ്റിയില്ല, ചതവ് മസിൽ. പക്ഷേ നല്ല വീഴ്ചയായിരുന്നു. അതുകൊണ്ട് ആ പടം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിട്ടു, സിനിമ വിട്ടു. തുടക്കത്തിൽ തന്നെയാണ് സംഭവിച്ചത്. പിന്നെ വേണുഗോപാലാണ് ചെയ്തത്.
അപ്പോൾ 10-19 വരെ അതാണ് ഒരു ഡയറക്ടറോടെ തന്നെ അത്രയും പടം ചെയ്യാൻ പറ്റുന്നതും അതിൻ്റെ ഒരു ത്രില്ല് ഇതാണ്. അദ്ദേഹം ചൂസ് ചെയ്യുന്ന തീംസും സബ്ജക്ട്സൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് പലപ്പോഴും. ഈ പിന്നെ ഈ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. സാറിൻ്റെ സിനിമയിൽ ഈ ഒരു ഓടുന്ന രംഗം ഷൂട്ട് ചെയ്യുന്നത്, ഇപ്പോൾ അഴകിരാവിലെ സോങ്ങിലാണെങ്കിലും അയാൾ കഥ എഴുതിയാലുണ്ടല്ലോ ഓടുന്ന രംഗം, രസമുണ്ട്. ഒരു പാട്ടിലൊക്കെ അതൊരു സിഗ്നേച്ചർ ഷോട്ടാണോ, അതല്ലെങ്കിൽ സിഗ്നേച്ചർ ഷോട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിലും ഷോട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എപ്പോഴെങ്കിലും? എനിക്കങ്ങനെ ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഒരു ഇത് ഇല്ല, നോഷൻസ് ഇല്ല സത്യത്തിൽ. ഇങ്ങനത്തെ ഈ ഫ്രെയിമിങ്സിനെ കുറിച്ചോ ലൈറ്റിങ്ങിനെ കുറിച്ചോ നമ്മൾ സ്പോട്ടിൽ ഇമ്പ്രവൈസ് ചെയ്ത് ഒന്ന്, പിന്നെ സ്ക്രിപ്റ്റ് വൈസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള സാധനം ഒക്കെ അത് ചെയ്ത് വരുമ്പോൾ കുറേ സിനിമകൾ നമ്മൾ വെച്ചാൽ വളരെ ലിമിറ്റഡ് വലിയ സിനിമകളാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കുറേ പല ടൈപ്പ് സിനിമകളും ചെയ്തിട്ടുണ്ട്. അപ്പം നാച്ചുറലി ഏതെങ്കിലുമൊക്കെ നമ്മുടെ മുദ്ര പതിപ്പിക്കുന്ന പോലുള്ള ഷോട്ട്സ് ചിലപ്പോൾ വരികയായിരിക്കും, അറിയില്ല. എനിക്ക് പേഴ്സണലി ഞാൻ സ്വയം തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ എൻ്റെ അതുണ്ടോന്ന്.